നഹ്മദുഹു വനുസല്ലി അലാ റസൂലിഹിൽ കരീം. അമ്മാ ബഅദ്. മസ്ജിദുൽ ജിന്ന്, ജിന്നിന്റെ പള്ളി. ജിന്നിന്റെ പള്ളി എന്ന പേരിൽ പ്രസിദ്ധമായ പള്ളി സൗദിയിലുണ്ട്. അത് വളരെ ചരിത്രപ്രധാനമായ മസ്ജിദാണ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിലെ പല അത്ഭുതകരമായ സംഭവങ്ങൾ മനസ്സിലാക്കി തരുന്ന പള്ളി. ഈ ഒരു പള്ളിക്ക് ഈ അപൂർവ നാമം കിട്ടാനുള്ള കാരണം ചരിത്രകാരന്മാർ വിശദീകരിക്കുന്നു. അൽ മൗദിഉല്ലദി ഖത്തഉ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ലിഇബ്നു മസ്ഊദ് ലൈലത ഇസ്തമഅ ഇലൈഹിൽ ജിന്ന്. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്ന് ജിന്നുകൾ ബൈഅത്ത് ചെയ്തു. ആ ഒരു സംഭവം നടന്ന സ്ഥലമാണത്. അതുപോലെ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹുവിനെ ആ സ്ഥലം ഒരു വര വരച്ച് കാണിച്ചു കൊടുത്തു. ആ പ്രദേശത്താണ് ആ പള്ളി സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ടാണ് മസ്ജിദുൽ ജിന്ന് എന്ന നാമകരണം അതിന് ലഭിച്ചത് എന്ന് ചരിത്രകാരന്മാർ വിശദീകരിക്കുന്നു. നബിതങ്ങളുടെ കാലഘട്ടത്തിൽ ജിന്നുകളുടെ ബൈഅത്തിന്റെ സംഭവം നടന്നിരുന്നു. അത് പരിശുദ്ധമായ ഖുർആനിലും ഹദീസുകളിലും സ്ഥിരപ്പെട്ട ഒരു സംഭവമാണ്. നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ഖുർആൻ പാരായണം ചെയ്തു. അത് ജിന്നുകൾ കേൾക്കാനിടയായി. ആ ഖുർആനിന്റെ മനോഹരമായ വചനം അവരെ ആകർഷിച്ചു, അത്ഭുതപ്പെടുത്തി. അങ്ങനെ അവർ നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊണ്ട് വിശ്വസിച്ചു, ബൈഅത്ത് ചെയ്തു, കരാറിൽ ഏർപ്പെട്ടു. എന്നിട്ട് ആ ജിന്നുകൾ തന്റെ അനുയായികളുടെ അടുക്കലേക്ക് പുറപ്പെടുകയും അവരെയും ദഅവത്ത് ചെയ്തു, അവരെയും പ്രബോധനം ചെയ്തു, ഖുർആനിലേക്ക് ക്ഷണിച്ചു, പ്രവാചകനിലേക്ക് ക്ഷണിച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ രംഗം പരിശുദ്ധമായ ഖുർആനിൽ അവതരിപ്പിക്കുന്നത് ഇപ്രകാരമാണ്: ഖാലൂ യാ ഖൗമനാ ഇന്നാ സമിഅനാ കിതാബൻ ഉൻസില മിൻ ബഅദി മൂസാ മുസദ്ദിഖൻ ലിമാ ബൈന യദൈഹി യഹ്ദി ഇലൽ ഹഖ് വ ഇലാ ത്വരീഖിൻ മുസ്തഖീം. ജിന്നുകൾ അവരുടെ കൂട്ടുകാരോട് പറഞ്ഞു, ഇന്നാ സമിഅനാ കിതാബൻ ഉൻസില മിൻ ബഅദി മൂസാ. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ശേഷം അവതീർണമായ ഒരു പരിശുദ്ധമായ ഗ്രന്ഥം ഞങ്ങൾ കേൾക്കാനിടയായി, അതായത് ഖുർആൻ. ആ ഗ്രന്ഥം സത്യത്തിലേക്കാണ് ക്ഷണിക്കുന്നത്, നേരായ പാതയിലേക്കാണ് നയിക്കുന്നത്. അതുകൊണ്ട് യാ ഖൗമന അജീബു ദാഇ അല്ലാഹ്, അള്ളാഹുവിന്റെ ദാഇയെ, അതായത് നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിങ്ങൾ അംഗീകരിക്കുക, ആ നബിതങ്ങൾക്ക് ഉത്തരം നൽകുക. വ ആമിനു ബിഹി, ആ പ്രവാചകനെ കൊണ്ട് വിശ്വസിക്കുക എന്ന് ജിന്നുകൾ തന്റെ കൂട്ടുകാരായ ജിന്നുകളോട് ആവശ്യപ്പെട്ടു. അങ്ങനെ അവരെല്ലാം ശിരസ വഹിച്ചു, പ്രവാചകനെ കൊണ്ട് അംഗീകരിച്ചു. ഈ ഒരു സംഭവം നടന്നത് ഈ പ്രദേശത്താണെന്നാണ് ചരിത്രകാരന്മാർ വ്യക്തമാക്കുന്നത്. ആ ഒരു നിലക്കാണ് ഈ പള്ളിക്ക് മസ്ജിദുൽ ജിന്നി എന്ന നാമകരണം ലഭിച്ചത്. ഹിജറ 1126 ശക്തമായ പ്രളയമുണ്ടായപ്പോൾ ഈ പള്ളിയുടെ ഭിത്തികൾക്ക് തകർച്ചകൾ സംഭവിച്ചിരുന്നു. പിന്നീട് ഹിജറ 1421 ഫഹദ് രാജാവിന്റെ കാലത്ത് ഇതിനെ മനോഹരമായി പുനർനിർമ്മിച്ചു. ചരിത്രപ്രധാനമായ ആ പള്ളി അതിമനോഹരമായി പ്രൗഢഗംഭീരമായി പുനർനിർമ്മാണത്തിന് വിധേയമായി. മാഷാ അല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ചരിത്രഭൂമികൾ സന്ദർശിക്കാനും ആ ചരിത്രത്തിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാനും നമുക്കെല്ലാവർക്കും നല്ല തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീം.